നമ്മുടെ പുറമേ നിന്ന് കാണുന്ന ഇത്രയും ആക്കിയപ്പോഴത്തേക്ക് ഒത്തിരി പൈസ ആയോ എന്നാണ് ചോദിക്കുന്നത്. ഞാൻ കൊച്ചുനാൾ തൊട്ട് കാണുന്ന ഒരാളാണ്. നമ്മുടെ അജിയണ്ണൻ ഞങ്ങളുടെ എന്ത് പറഞ്ഞു, ഞാൻ കൊച്ചുനാൾ തൊട്ട് കാണുന്ന ഒരാളാണ്. അതായത് അജിയണ്ണന് ഒരു വീട് ഒരു 2000 പണിഞ്ഞൊരു വീടാണ്, പണിഞ്ഞു തീർന്ന വീടാണ്. 25 വർഷത്തോളമായി. 2025 നിൽക്കുമ്പോൾ അന്നേരം അജിയണ്ണന് എനിക്ക് വർക്ക് തരുമ്പോൾ തന്നെ ഇത് അതിശയമായിരുന്നു. കാരണം അജിയണ്ണനായാലും കുറെ ആളുകളും എല്ലാം പരിചയങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. എന്നുവെച്ചാൽ അജിയണ്ണൻ്റെ ഒരു സൈക്കിൾ വർക്ക്ഷോപ്പ് ഉണ്ട്, അതുപോലെ ഒരു ബ്യൂട്ടി പാർലറും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ലാഹ്യമുഖ്യനാണ്. അന്നേരം എന്നെ ഏൽപ്പിക്കുമ്പോൾ തന്നെ എനിക്ക് ഒരു എന്തായിരുന്നു വെച്ചാൽ ഇത്രയും ചെറുപ്പക്കാരനെ ഇത്രയും എല്ലാം അറിയാവുന്ന ഒരു മേശയുടെ കാര്യങ്ങളായാലും ഒത്തിരി ആ മേശന്മാരോട്ട് പരിചയമുണ്ട്, ബിൽഡേഴ്സുമായിട്ട് പരിചയമുണ്ട്. എന്നെ ഏൽപ്പിച്ച തന്നെ നല്ലൊരു താങ്ക്സ്. പിന്നെ അതുപോലെ തന്നെ യൂട്യൂബിന്റെ വർക്കിനെ പറ്റി എങ്ങനെ ഉണ്ടായിരുന്നു? വർക്കെല്ലാം വളരെ ഭംഗിയായിട്ട് നടക്കുന്നു, ഒരു കുഴപ്പമില്ല. എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്തു തരുന്നതിന് നമുക്ക് അതിൻ്റെയുള്ള കിടപ്പുണ്ട്. പിന്നെ അതുപോലെ തന്നെ അജിയണ്ണൻ നമ്മളിപ്പം വീടിന്റെ പണി തുടങ്ങിയപ്പോൾ അജിയണ്ണന്റെ ഈ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡാർക്ക് ഷെയ്ഡിലുള്ള വീടായിരുന്നു ഫുള്ള്. അതിൽ നിന്നും അജിയണ്ണ ഇപ്പോഴും പിടിച്ചിരുന്നത് ഡാർക്ക് വേണം, ഈ ലൈനിലോട്ട് മാറിയപ്പോഴത്തേക്ക് അജിയണ്ണന് എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ? വൈറ്റാക്കി. പിന്നെ ആ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ പഴയ ആ ഒരു വീടും ഇത് നമ്മളുടെ വ്യത്യാസം അജിയണ്ണ എങ്ങനെ തോന്നുന്നുണ്ട്? ആ വ്യത്യാസം എങ്ങനെ? നല്ല വ്യത്യാസം തന്നെ. നമ്മൾ പ്രതീക്ഷയാണല്ലോ ഇയാളെ വിളിച്ചത്. പിന്നെ അതുപോലെ തന്നെ ആളുകൾ എന്ത് പറയുന്നുണ്ട് വീട് കണ്ടിട്ട്? എൻ്റെ അടുത്ത് കുറെ ആളുകൾ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഞാൻ കമിസൂണും തന്നെ ഒരു ഫോട്ടോ ഇട്ടപ്പോൾ തന്നെ ഓരോരുത്തർ പറയുന്നുണ്ട് ആ വീടാന്ന് പറയത്തില്ല, ആ രീതിയെ മാറി ഒരു വലിയൊരു കൊട്ടാരം പണിഞ്ഞൊരു രീതിയായി. എൻ്റെ അടുത്ത് കുറെ പേര് ചോദിച്ചു അജിയണ്ണ ലോട്ടറി അടിച്ചു ഇത്ര വലിയ വീട് പണിയാനായിട്ട്. അല്ല, ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ പറയുക, അജിയണ്ണന് ഉദ്ദേശിച്ച ഒരു ബഡ്ജറ്റ് ഉണ്ടല്ലോ, അതില് തന്നെ നിന്നോ അതിനേക്കാളോ കൂടുതൽ ലക്ഷങ്ങൾ ചെലവായോ എങ്ങനെയുണ്ട്? നമ്മൾ പറഞ്ഞ നിങ്ങളുടെ അടുത്ത് തന്ന വർക്ക് നിങ്ങൾക്ക് ആ റേറ്റ് ഇൻക്രീസ് ചെയ്യാൻ പറ്റി. പിന്നെ എക്സ്ട്രാ കുറച്ച് പൈസ നമുക്ക് അതിനെ മോഡേൺ ആക്കാൻ ഫ്രണ്ടിലേക്ക് കുറെ വർക്ക് പഴയ വീടിന്റെ പിന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അല്ലാതെ നമ്മുടെ പുറമേ നിന്ന് കാണുന്ന ഇത്രയും ആക്കിയപ്പോഴത്തേക്ക് ഒത്തിരി പൈസ ആയോ എന്നാണ് ചോദിക്കുന്നത്. നമ്മുടെ ചുരുങ്ങിയ പൈസ കൊണ്ട് നമ്മുടെ ഉദ്ദേശിച്ച എമൗണ്ട് നമുക്ക് നിർത്താൻ പറ്റി. പിന്നെ അതുപോലെ തന്നെ അജിയണ്ണ ഇവിടെ നിന്നാണല്ലോ പല കാര്യങ്ങളും. ഇപ്പം കടകൾ അടുത്തായതുകൊണ്ട് നമ്മുടെ വർക്കേഴ്സിനെ പറ്റി ആയാലും നമ്മൾ എഗ്രിമെന്റിൽ പറഞ്ഞ മെറ്റീരിയലാണ് യൂസ് ചെയ്തത്. അതൊക്കെ നമ്മൾ പറഞ്ഞാല് നല്ല നമ്മൾ ഉദ്ദേശിച്ചാൽ നല്ല സാധനങ്ങളിൽ കാണാൻ നല്ല ഒരഭിപ്രായം നമുക്ക് പറയാൻ പറ്റുന്നത്. പിന്നെ അതുപോലെ തന്നെ അജിയണ്ണ നമ്മളിപ്പോ ഓരോരുത്തർ പറയുന്നുണ്ട്, നമ്മള് വീഡിയോക്കകത്ത് പറയുന്നുണ്ട് ഞങ്ങൾ ലോ ബഡ്ജറ്റ് വീഡിയോ ചെയ്യുന്ന ആളുകളാണല്ലോ. എന്നിട്ട് ഇവിടെ വന്നിട്ട് ക്വാളിറ്റി കുറഞ്ഞ മെറ്റീരിയൽ യൂസ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ പണിക്കാത്ത അപാകതകൾ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ അങ്ങനെ പണിയിൽ പക്ക പണിയാന്ന് വെച്ചിരിക്കുന്നത് വിശ്വാസമുണ്ട്. അത് നമ്മളങ്ങനെ തിരക്കിട്ടാണല്ലോ നിങ്ങളെ വിളിച്ച് സമീപിച്ചത്. നമ്മൾ പല കോൺട്രാക്ടർമാരുടെ ബന്ധമുണ്ട്. അപ്പോൾ അവരുമായിട്ടുള്ള സംസാരിച്ച് പലരും വന്ന് കണ്ട് അവരിൽ നല്ല ആളിനെ നമ്മൾ സെലക്ട് ചെയ്താണ് ഇയാളെ കണ്ടു. അങ്ങനെയാണ് ഇത് ചെയ്യാൻ പറ്റും. എല്ലാം കൊണ്ട് ഹാപ്പിയാണല്ലോ. ഇനി അടുത്ത വർക്കും പിടിച്ചു തരില്ല. ആദ്യം അടുത്ത 2 പറഞ്ഞിട്ടുണ്ട്.